അപ്പോൾ ജോസ്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതിന് തീരുമാനമായിരിക്കുകയാണ്. പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നു. 15-ാം തീയതി നടക്കുന്ന അതെ 15-ാം തീയതി നടക്കുന്ന ഇന്ത്യയോട് മത്സരിക്കാൻ T20 ലോകകപ്പിൽ മത്സരിക്കാൻ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. അതായത് അമ്പും വില്ലും മലപ്പുറം കത്തി ട്രാൻസിസ്റ്റർ റേഡിയോ അതെല്ലാം കഴിഞ്ഞ അവസാനം പവനായി ശവമായി. അതായത് മോഹ്സിൻ നഖ്വി പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഒരാളുടെയും ഒരു ഭീഷണിയും ഞങ്ങൾ ഭയക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ ഫീൽഡ് മാർഷലിനെ എന്നാണ് മോഹ്സിൻ നഖ്വി പറഞ്ഞത്. അതെ ഫീൽഡ് മാർഷലിനെ അറിയാമോ ചോദിച്ചാൽ ഇങ്ങനെ തൂക്കുന്നതിന് ഫീൽഡ് മാർഷലാകുന്ന ആളെയാണ് അറിയാമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ മോഹ്സിൻ നഖ്വി, പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ, മറ്റേ ക്രിക്കറ്റിൻ്റെ ചുമതലയുള്ള അല്ലേ. അപ്പോൾ അതിനുശേഷം ഈ അടുത്ത സമയത്ത് ഈ ICC-യുമായിട്ടുള്ള മീറ്റിങ്ങിന് തൊട്ട് മുന്നേ പറഞ്ഞത്, അവർ ICC-ക്കാർ നമ്മുടെ പാകിസ്ഥാനിലേക്ക് വന്ന് സംസാരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റുകളാണ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കുകയും പൊറുക്കുകയൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ U-ടേൺ ആയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സാധ്യമായി. ഇതിനകത്ത് ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫെബ്രുവരി 1-ാം തീയതിയാണ് കടുത്ത നിലപാടുമായിട്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നത്. ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ കളിക്കില്ല, ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടം ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് നഷ്ടമാകുന്ന 2 പോയിൻ്റാണ്, അടുത്ത ആ റൗണ്ടുകളിൽ ഞങ്ങളത് മേക്കപ്പ് ചെയ്യുകയും ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നുള്ള നിലപാടായിരുന്നു പാകിസ്ഥാൻ. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബംഗ്ലാദേശ് ഈ ഒരു ടൂർണമെൻറ്റിൽ അവർ കളിക്കുന്നില്ല, അവർക്ക് അനുകൂലമായൊരു നിലപാടാണ് ഞങ്ങൾ എടുത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ മത്സരിക്കാത്തത് എന്നൊക്കെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. ഈ 8-9 ദിവസം കൊണ്ട് എന്ത് മാറ്റമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഉണ്ടായത്? ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്, പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്ന ഭീമമായിട്ടുള്ള പിഴ, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതായത് ഈ ഒരു മത്സരം വാങ്ങിക്കാൻ കാശില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെയുള്ള മത്സരം ഒഴിവാക്കിയാൽ അതുണ്ടാകുന്ന നഷ്ടം പാകിസ്ഥാൻ തന്നെ നികത്തണം എന്നുള്ളതായിരുന്നു ICC അറിയിച്ച നിലപാട്. ആ ഭീമമായ നഷ്ടം പാകിസ്ഥാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് വാങ്ങിക്കാൻ കാശില്ലാത്ത നാട്ടുകാർ എങ്ങനെയാണ് ആ ഫൈൻ അവരെ അടയ്ക്കുക? അത് പാകിസ്ഥാനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. പിന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോർഡുകളിൽ ഒന്നാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്. പാകിസ്ഥാനിൽ അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് അവിടെ മറ്റു രാജ്യങ്ങളെല്ലാം പോകാൻ മടിച്ചപ്പോൾ അവിടെ പോയി ടൂർ ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക. അവരാവശ്യപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിലാണ് കളി നടക്കുന്നത്, നിങ്ങളുടെ 2 ടീമുകളുടെയും മത്സരം ആണ് ഞങ്ങളുടെ ഒരു വരുമാന മാർഗം, അതിനെ ദയവിനെ നശിപ്പിക്കരുത് എന്നുള്ളത് അവരാവശ്യപ്പെടുന്നു. ഇതുപോലെ തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള എല്ലാ ബോർഡുകളും ഈ ഒരു മത്സരം നടക്കണം, കാരണം ക്രിക്കറ്റ് ലോകത്ത് ആവേശമുണ്ടാക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ്, അത് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതും പാകിസ്ഥാൻ അയാനൊരു കാരണമായി. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ കയ്യിൽ കാശില്ല. ICC-ക്ക് കൊടുക്കാനുള്ള ആ നഷ്ടം അത് ആലോചിച്ചപ്പോൾ അവരാലോചിച്ചു, ഇതിനും ഭേദം ഞങ്ങൾ ഇന്ത്യക്ക്. അല്ലേ, ബംഗ്ലാദേശ് പറയുന്നുണ്ടായിരുന്നു, എടേ ഞങ്ങളാണ് ബംഗ്ലാദേശ്, അതെ നിങ്ങളല്ല. അതായത് നിങ്ങളിത് എന്ത് തേങ്ങാണിത് മാറി നിൽക്കുന്നത്, അവർ വേറെ അവർ വലിയ ലാംഗ്വേജ് ഒക്കെയാണ്, ക്രിക്കറ്റ് ലോകത്തിന്റെ നന്മയ്ക്കായി നിങ്ങൾ ആ മത്സരം കളിക്കുമെന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ പാകിസ്ഥാനെ നിർബന്ധമായും എന്തായാലും ആ ഒരു മത്സരം സാധ്യമായിരിക്കുകയാണ്. പക്ഷേ നമ്മളപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ വന്ന, അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന ഒരു പോരാട്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിന് വലിയ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്പർ 1 ടീം എന്നുള്ളത് ശരി തന്നെ, പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പലപ്പോഴും അവരുടേതായ ദിവസങ്ങളിൽ അവർ ഡേഞ്ചറസ് ആണ്. അതുമാത്രമല്ല, ഇന്ത്യ തോറ്റാൽ അത് എനിക്ക് തോന്നുന്ന ഈ ഒരു T20 വേൾഡ് കപ്പിലെ തോൽവിയായിട്ടല്ല പരിഗണിക്കുക, അതൊരു യുദ്ധസമാനമായ അതെ യുദ്ധത്തിലുള്ള വിജയമായി പാകിസ്ഥാൻ അത് പരിഗണിക്കുകയും ചെയ്യും. അല്ല തന്നെ ജയിക്കാത്ത യുദ്ധത്തിന് പരേഡ് നടത്തുന്ന ആൾക്കാർ. അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് സമ്മർദ്ദം കൂടുമെന്നുള്ളതിൽ സംശയമില്ല. അതിനൊപ്പം ഉത്തരവാദിത്വവും കൂടും. ഈ ഒരു വിജയം ഇത്രയും, അതായത് പ്രശ്നങ്ങൾക്കിടയിൽ പാകിസ്ഥാനുമായിട്ട് ICC-യുടെ പിന്നെ ജയ്ഷ ഇതൊക്കെ വെച്ച് ഭയങ്കരമായ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്ന ഒരു ഒടുവിൽ പാകിസ്ഥാൻ കളിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കളിയിൽ അമേരിക്കയോട് കളിച്ചൊരു രീതിയിലുള്ളൊരു സമീപനം ഉണ്ടാകാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. അപ്പോൾ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്രയും പിഴകൾ ഒരിക്കലും അത് ബുദ്ധിമുട്ടാണ്, അത് നടക്കുന്ന കാര്യമല്ല. അല്ലാതെ ഈ പറയുന്ന പോലെ അവരിങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റുകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമല്ല, അവരെ കാത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അത് പാകിസ്ഥാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് ICC അംഗീകരിച്ചത്.
ബംഗ്ലാദേശിനെ പരിപൂർണമായിട്ടും വിലക്കാൻ പാടില്ല. ഇതിനുശേഷം അവർക്ക് ടൂർണമെൻറ്റുകൾ നടത്താനുള്ള അനുമതി കൊടുക്കണം. ICC ഈ ടൂർണമെൻറ്റുകൾ 2031 ടൂർണമെൻറ്റുകൾ നടത്താനും ബംഗ്ലാദേശിന് പെർമിഷൻ കൊടുക്കണം. അത് ICC സമ്മതിച്ചു. അല്ലാതെ അത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ICCക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ബംഗ്ലാദേശിനോട്. ബംഗ്ലാദേശ് അവരോട് അറിയിച്ചു, അവർ ഈ ടൂർണമെൻറ്റിൽ നിന്ന് മാത്രമാണ് അവർ പിന്മാറുക. അത് ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ബംഗ്ലാദേശ് ICC തമ്മിൽ വേറെ പ്രശ്നമില്ല. ഇതിനിടെ കയറി പാകിസ്ഥാൻ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി ഒഴിച്ചു നിർത്തിയാൽ ഇത് അത് മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് പിന്നെ വേറെ 2-3 കാര്യങ്ങൾ ICCയോട് പറഞ്ഞിരുന്നു. ICC 3 വേണ്ടാന്ന് വെച്ചു. അത് പറ്റില്ല എന്ന് പറയുന്നു. അതായത് അവരെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ പുനരാരംഭിക്കണമെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഇന്ത്യ ഈ മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ ആയിട്ടുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യ ഹസ്തദാനം നൽകണം. ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ബംഗ്ലാദേശിൽ പോയി കളിക്കണം. അതായത് എത്രയും പെട്ടെന്ന് ഒരു ദ്വിരാഷ്ട്ര ടൂർണമെന്റോ അല്ലെങ്കിൽ ത്രിരാഷ്ട്ര ടൂർണമെന്റോ ഇതൊക്കെയാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും ICC അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭീമമായ നഷ്ടം പേടിച്ചത് തന്നെയാണ് ഈ ഒരു മത്സരത്തിന് കളിക്കാൻ പാകിസ്ഥാൻ സമ്മതിച്ച്. ബാക്കി ബോർഡുകാരൊക്കെ അവരെ പറഞ്ഞ്, അല്പം ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വേറെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ല. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ കളി എല്ലാ രാജ്യത്തും പ്രേക്ഷകരുള്ള കളിയാണ് ഉറപ്പായിട്ടും. കാരണം ക്രിക്കറ്റിലല്ല, ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. എന്തായാലും കാര്യം ICCയെ സംബന്ധിച്ചും നേട്ടം തന്നെയാണ്. കാര്യം BCCയെ സംബന്ധിച്ചും അതൊരു നേട്ടം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കളി നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുവഴി ഉണ്ടാകുന്ന റവന്യൂ ജനറേഷൻ അത് ഓക്കെ അല്ല, അതിനെ നമുക്ക് ഒരിക്കലും ഇല്ലാന്ന് പറയാൻ കഴിയില്ല. അതെ, നമ്മൾ പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ തന്നെ പറയണം. കാര്യം അത് സത്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചും BCCയെ സംബന്ധിച്ചും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവശ്യം ഉള്ളത് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അഭിനന്ദനം പേരിലാണെങ്കിലും. കാര്യം ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതില്ലാത്തൊരു ലോകകപ്പ് എന്ന് പറയുന്നത് ഒരു വിരസമായ ലോകകപ്പായി മാറും, ഒരു സംശയമില്ല. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. ഒരു ആവേശ പോരാട്ടത്തിനായിട്ട് കാത്തിരിക്കാം.